ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി ജാമ്പയ്ക്ക സ്ക്വാഷ് ആയാലോ? നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ് ജാമ്പയ്ക്ക അല്ലെങ്കിൽ ചാമ്പയ്ക്ക. ജാമ്പയ്ക്കയുടെ സീസൺ ആകുമ്പോൾ നമുക്ക് ധാരാളം ജാമ്പയ്ക്ക കിട്ടും. നാട്ടുപുറങ്ങളിൽ ഇത് സർവ്വസാധാരണമാണ്. ജാമ്പയ്ക്ക ഉപയോഗിച്ച് നമുക്ക് അച്ചാറിടാം, ഉപ്പിലിടാം, സ്ക്വാഷ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, വൈൻ ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് ജാമ്പയ്ക്ക ഉപയോഗിച്ച് സ്ക്വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ജാമ്പയ്ക്കയുടെ അളവനുസരിച്ച് നാരങ്ങ, പിന്നെ പഞ്ചസാര. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ജാമ്പയ്ക്ക സ്ക്വാഷ് ഉണ്ടാക്കാം. ആദ്യം ചെയ്യേണ്ടത് ജാമ്പയ്ക്ക നല്ലവണ്ണം കഴുകി അതിനെ ഒരു ബൗളിൽ എടുക്കുക. പിന്നെ അതിനെ പൊളിച്ച് അതിനകത്തുള്ള കുരു കളയുക. അതിനുശേഷം കുരു കളഞ്ഞ ജാമ്പയ്ക്ക ഏത് പാത്രത്തിലാണോ സ്ക്വാഷ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇടുക. അത് മുങ്ങി നിൽക്കത്തക്കവണ്ണം വെള്ളമൊഴിക്കുക. സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ ജാമ്പയ്ക്ക മുങ്ങി നിൽക്കുന്നതിനേക്കാളും വെള്ളമൊഴിക്കുന്നതിന് ശ്രദ്ധിക്കുക. വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് ജാമായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ നമുക്ക് തിളപ്പിക്കാം. നന്നായി തിളച്ച് ഈ ജാമ്പയ്ക്കയുടെ കളറെല്ലാം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നതിന് ശേഷം കുറച്ച് സമയം കൂടെ തിളപ്പിക്കുക. എത്ര സമയം തിളപ്പിക്കണമെന്നില്ല, കുറേ സമയം തിളപ്പിക്കുക. അപ്പോഴേക്കും ആ വെള്ളം നല്ല കളറായി ജാമ്പയ്ക്കയുടെ കളറ് കുറഞ്ഞു വരും. അതിനുശേഷം അതിനെ തണുപ്പിക്കുക. നല്ലവണ്ണം തണുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് അതിനെ പിഴിഞ്ഞ് ഒരു അരിപ്പ ഉപയോഗിച്ച് ആ വെള്ളം മാത്രം അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ജ്യൂസിനെ വീണ്ടും തിളപ്പിക്കുക. അത് കുറേ സമയം തിളയ്ക്കുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർക്കണം. അരിച്ചെടുത്ത ആ ജ്യൂസിൻ്റെ ഏകദേശം ഇരട്ടി അളവിന് പഞ്ചസാര ചേർക്കുന്നതിന് ശ്രദ്ധിക്കുക. സ്ക്വാഷ് ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര കൂടുതൽ ചേർക്കുകയാണെങ്കിൽ പിന്നെ സ്ക്വാഷ് കുടിക്കുന്ന സമയത്ത് അതിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. 1 ഗ്ലാസ് സ്ക്വാഷിന് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് പിന്നെ കുടിക്കാം. പഞ്ചസാര അലിഞ്ഞു കഴിയുമ്പോൾ അതിന് കളർ വ്യത്യാസമുണ്ടാകും. അത് നല്ല ഡാർക്ക് കളറാവും. പഞ്ചസാര നന്നായി അലിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചെറിയ തീയിൽ 10 മിനിറ്റ് തിളപ്പിക്കുക. അതിലേക്ക് നമ്മൾ നാരങ്ങാ നീര് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ചേർക്കണം. ഇപ്പം നമ്മുടെ വീട്ടിൽ ആവശ്യമായതുകൊണ്ട് നമുക്കതിൽ സിട്രിക് ആസിഡ് ചേർക്കേണ്ട ആവശ്യമില്ല. നാരങ്ങ തന്നെ പിഴിഞ്ഞൊഴിച്ചാൽ മതിയാകും. 1 കിലോ സാധനത്തിന് 1 നാരങ്ങ എന്ന രീതിയിലാണ് പിഴിയേണ്ടത്. ഞാൻ എടുത്തത് 1 ലിറ്ററിനേക്കാളും അളവ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് 2 നാരങ്ങ ഡയറക്റ്റായി പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും. ജാമ്പയ്ക്കയുടെ രുചിയും പഞ്ചസാരയുടെ മധുരവും പിന്നെ നാരങ്ങയുടെ ചെറിയ പുളിയും. നാരങ്ങ നീര് ചേർത്തതിന് ശേഷം കുറച്ച് സമയം കൂടെ അതിനെ തിളപ്പിക്കുക. ഇപ്പം നമ്മുടെ ജാമ്പയ്ക്ക സ്ക്വാഷ് റെഡിയായി. ഇതിന് കളർ കിട്ടുന്നതിന് വേണ്ടി ഗ്രേപ്സിൻ്റെ എസൻസ്, ടൊണോവിൻ എന്ന് പറയുന്നത് നമുക്ക് അല്പം ചേർക്കാം. ടൊണോവിൻ എസൻസ് 1/4 ടീസ്പൂൺ എടുത്ത് ആ തവിയിൽ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുന്നതിന് നമുക്ക് പ്രിസർവേറ്റീവ് ചേർക്കാം. അതിന് സ്ക്വാഷിന് ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് സോഡിയം ബെൻസോയേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് ആണ്. പ്രിസർവേറ്റീവ് നമുക്ക് വീട്ടിൽ വാങ്ങി സൂക്ഷിക്കാം. ഇത്രയും സ്ക്വാഷിന് 1 നുള്ള് പ്രിസർവേറ്റീവ് മതിയാകും. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് പ്രിസർവേറ്റീവ് ചേർക്കുന്നത്. എസൻസും പ്രിസർവേറ്റീവും ഇല്ല എങ്കിൽ തന്നെയും ഇതിനെ നമുക്ക് തണുപ്പിച്ച് കുപ്പിയിലാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വളരെ നാൾ നമുക്ക് ഉപയോഗിക്കാം. ജാമ്പയ്ക്ക സ്ക്വാഷ് റെഡിയായി. നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യത്തിന് ഒരു പാത്രത്തിലെടുത്തതിന് ശേഷം അതിൻ്റെ മധുരമനുസരിച്ച് വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. നമ്മൾ വാങ്ങിക്കുന്ന സ്ക്വാഷിൽ സാധാരണ പ്രിസർവേറ്റീവ്, അതിലെ കെമിക്കൽസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. കാരണം അത് വളരെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് അവർ ധാരാളം പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിക്കാറുണ്ട്. ഒരു കെമിക്കൽസും ഉപയോഗിക്കാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ സ്ക്വാഷ് വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളി ജാമ്പയ്ക്ക സ്ക്വാഷ് ഉണ്ടാക്കാൻ ഇന്ന് പഠിച്ചല്ലോ. ജാമ്പയ്ക്കയും പഞ്ചസാരയും നാരങ്ങയും മാത്രം മതി നമുക്ക് ഈ ജാമ്പയ്ക്ക സ്ക്വാഷ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ കമൻറ്റ്സ് നിങ്ങൾ എന്നെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ കാണാം. ബൈ ബൈ.